ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നെയിൽ കോൺ പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായി ഞാൻ എടുക്കുന്നത് പഞ്ചസാരയും ശർക്കരയും ചായലയും കാപ്പിപ്പൊടിയാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വലിയ പാത്രം എടുക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സെയിലാക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പാത്രത്തിൻ്റെ ഉള്ളിൽ കല്ല് വെച്ചിട്ട് അതിനുള്ളിൽ വേറൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ ഭാഗം കവർ ചെയ്തുകൊണ്ട് വേറൊരു കുഴിഞ്ഞ പാത്രം, അടി കുഴിഞ്ഞ പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലും പുകയൊന്നും പുറത്ത് പോകാണ്ടിരിക്കാണ്ട് മൈദമാവ് മിക്സ് ചെയ്ത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു 30 മിനിറ്റ് വെക്കുക. 30 മിനിറ്റിന് ശേഷം നല്ലോണം വെള്ളം തിളച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം നമുക്ക് മാറ്റി കൊടുത്തിട്ട് ഇത് മുകളിലത്തെ പാത്രം എടുത്തതിന് ശേഷം ഉള്ളിലത്തെ പാത്രത്തിൽ ലിക്വിഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ലിക്വിഡ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ കുറച്ച് ശേഷം മൈദ ഇട്ട് മിക്സ് ചെയ്ത് നമുക്കത് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി അടിച്ചെടുക്കുക. എന്നിട്ട് പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ സെല്ലോഫെയിൻ ഷീറ്റ് കട്ട് ചെയ്തെടുത്ത് അതിലേക്കാക്കാം. അപ്പോൾ സെല്ലോഫെയിൻ ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ നീളത്തിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നീളത്തിലുള്ള കോൺസ് നമുക്ക് കിട്ടും. എന്നിട്ട് കോൺസിൽ പേസ്റ്റ് ഫിൽ ചെയ്ത് നമുക്കത് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളവും കിട്ടും, അതുപോലെ തന്നെ സ്റ്റെയിനും കിട്ടും. ആദ്യം എനിക്കിങ്ങനെ സ്റ്റെയിനും വെള്ളമൊന്നും കിട്ടിയിരുന്നില്ല. ഈ ഒരു മെത്തേഡ് ചെയ്ത് തുടങ്ങി പിന്നെ അത്യാവശ്യം വെള്ളം കിട്ടാൻ തുടങ്ങി, അതുപോലെ തന്നെ നല്ല സ്റ്റെയിനും വന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുക.